ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാലും എൻ്റെ സിനിമകൾ കാണുന്ന വരും തലമുറയാണെങ്കിലും മൃഗയെ കണ്ടാലും സതയം കണ്ടാലും ഒക്കെ തന്നെ അതിനകത്ത് മഹേഷ് എന്നൊരു വ്യക്തിയെ കാണാതെ ആ സിനിമ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സിനിമയിലുള്ളവരെ കാണുകയാണെങ്കിൽ ഈ പാവപ്പെട്ട മഹേഷിനെ ഓർക്കുക. ജഗദീഷ് ചേട്ടൻ ഇപ്പൊ എന്ത് വ്യത്യസ്തമായ വേഷങ്ങളിൽ കൂടി വന്നപ്പോൾ എന്ത് ഭംഗിയായിട്ട് ജഗദീഷ് ചേട്ടൻ വേഷങ്ങൾ ചെയ്യുന്നു. ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ആർക്കും അച്ഛനില്ല, അമ്മയില്ല, കാരണവരില്ല. ഇപ്പൊ അങ്ങനല്ല, 4 പേര് ഒരു കവലെ കൂടുന്നു, ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അങ്ങ് ഒരു ഒറ്റ പോക്ക് പോകുന്നു, പിന്നെ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പകല് നാളെ രാവിലെ ആകുമ്പോൾ കഥ തീരുന്നു. അധികം ഡ്രസ്സ് വേണ്ട, ഒന്നും വേണ്ട, കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ഒരു പരിധി വരെ തൊഴിൽ രഹിതനായ ഒരു തൊഴിൽ അന്വേഷിക്കുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി ഞാൻ കരിക്കം ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നിന്നാട്ടിയിട്ടുണ്ട് ഒരു പ്രായമായ സ്ത്രീ. സിനിമയിലോട്ട് തിരിച്ചു വരാൻ നോക്കിയപ്പോഴത്തേക്കും അത്ര എളുപ്പമായിരുന്നില്ല. രണ്ടാമത് വരിക ഇറ്റ് ഈസ് വെരി ഹാർഡ്. അപ്പോഴേക്കും എനിക്ക് കടവും കാര്യമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഞാൻ അമേരിക്കയിൽ പോയി. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിനയം കിടക്കേണ്ടത്. അങ്ങനെ തിരിച്ചു വന്നു. വിചാരിച്ച ഒരു സ്പീഡിലൊന്നും പിന്നെ ഒരു വളർച്ച ഉണ്ടായില്ല. എന്നാലും സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണെങ്കിലും സ്റ്റിൽ ഹാപ്പിയാണ്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആക്ടർ മഹേഷ് ചേട്ടനാണ്. മഹേഷ് ചേട്ടാ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര തിരക്ക് പിടിച്ച് നടക്കുകയാണല്ലോ. പൊതുവെ മലയാള സിനിമയിൽ എനിക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ആർക്കും അച്ഛനില്ല, അമ്മയില്ല, കാരണവരില്ല. പണ്ട് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ശങ്കരാടി ചേട്ടൻ ആയിട്ടൊരു കാര്യസ്ഥനുണ്ട്, അമ്മാവനായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണനുണ്ട്, അച്ഛനായിട്ട് കരമന ജനാർദ്ദനൻ നായർ കാണും. ഇങ്ങനെയൊക്കെ ആയിരുന്നു കഥകൾ, കുടുംബപരമായിട്ടുള്ള കഥകൾ. ഇപ്പം അങ്ങനല്ല, 4 പേര് ഒരു കവലെ കൂടുന്നു, ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അങ്ങ് ഒരു ഒറ്റ പോക്ക് പോകുന്നു, പിന്നെ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പകല് നാളെ രാവിലെ ആകുമ്പോൾ കഥ തീരുന്നു. അധികം ഡ്രസ്സ് വേണ്ട, ഒന്നും വേണ്ട, കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അവർ പോകുന്ന വഴി ക്യാമറ പുറകെ പോകുന്നു, കഥ. ഇങ്ങനത്തെ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ അച്ഛന് എവിടെ സ്ഥാനം, അമ്മയ്ക്ക് എവിടെ സ്ഥാനം, കാരണവന്മാർക്ക് എന്ത് സ്ഥാനം. അപ്പം ഒരു പരിധി വരെ തൊഴിൽ രഹിതനായ ഒരു തൊഴിലാളി ആണ്, തൊഴിൽ അന്വേഷിക്കുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ. വേറൊരു ആംഗിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ചേഞ്ച് അല്ലേ? കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നു എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ചേഞ്ചസ് ആവശ്യമാണ്. നമുക്ക് ഒരേ രീതിയിലുള്ള കഥകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ തോന്നും. പക്ഷെ നമ്മുടെ 60കളിൽ അല്ല 50കളിൽ തുടങ്ങിയ എല്ലാ സിനിമകളിലും അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നും പറഞ്ഞിട്ട് കഥയ്ക്ക് നമുക്കൊരു മൂല്യ ചൂഷണമോ അല്ലെങ്കിൽ ഒരു കുറവോ തോന്നിയിട്ടില്ല. കുടുംബപരമായ കഥകളുണ്ട്, അല്ലാത്ത കഥകളിലും കുടുംബം ട്രേസ് ചെയ്ത് പറഞ്ഞു പോകാറുണ്ട്. ഇപ്പോഴത്തെ ഇതും മാറും. ഇറ്റ്സ് ലൈക്ക് എ സർക്കിൾ. ഇതെല്ലാം മാറി വീണ്ടും വീണ്ടും പഴയതിലോട്ട് വന്ന് വീണ്ടും അത് മാറി. ഇങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലും അത് കഥാപരമായിട്ടാണെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വേവ്സ് പോലെ അത് വരും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചിലപ്പം ആ വേവിൽ പെട്ട് നമ്മൾ താഴോട്ട് പോവും. പിന്നെ എപ്പോഴെങ്കിലും നീന്തി തുടിച്ച് മേളിലോട്ട് മണ്ടേ കയറി വരാൻ ഒരു അനുഗ്രഹം ദൈവം തരും. തന്നവരൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം 2010 തൊട്ട് ഏതാണ്ട് 16-17 കാലഘട്ടം വരെ എൻ്റെ പ്രിയ സുഹൃത്തും ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബൈജുവിന് തീരെ ചിത്രങ്ങളുണ്ടായില്ല. പിന്നെ ഒരു പുത്തൻ പണം എന്ന് പറഞ്ഞ സിനിമയിൽ കൂടി അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ 2010 തൊട്ട് 17 വരെ അദ്ദേഹത്തിന് അഭിനയസിദ്ധി ഉണ്ടായിരുന്നില്ലേ, അഭിനയിക്കാനുള്ള കഴിവുകളുണ്ടായിരുന്നില്ലേ? എന്തിന് വേണു ചേട്ടനും തിലകൻ ചേട്ടനൊക്കെ പോലും, പിന്നെ തിലകൻ ചേട്ടനോ ഒബ്വിയസ്ലി പിന്നെ കുറച്ച് നാൾ മാറ്റി നിർത്തിയെന്ന് പറയാം. പക്ഷെ വേണു ചേട്ടനോ അവർക്കൊക്കെ ഇടയ്ക്ക് ചിത്രങ്ങൾ കുറഞ്ഞു. ജഗദീഷ് ചേട്ടൻ ഇപ്പൊ എന്ത് വ്യത്യസ്തമായ വേഷങ്ങളിൽ കൂടി വന്നപ്പോൾ എന്ത് ഭംഗിയായിട്ട് ജഗദീഷ് ചേട്ടൻ വേഷങ്ങൾ ചെയ്യുന്നു. ജഗദീഷ് പണ്ട് കാക്കത്തൂരി എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് വേഷങ്ങളല്ല. അപ്പം ഇവരിലെ കഴിവുണ്ട്. ആ കഴിവിനെ സംബന്ധിച്ച് കണ്ടെത്തിക്കൊണ്ട് പുതിയ പുതിയ വേഷങ്ങൾ കൊടുക്കാൻ തയ്യാറാകേണ്ടത് സിനിമയുടെ അണിയറിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ഓർമ്മയിൽ ഒരു കഥ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഓർമ്മ വരിക, നമ്മളെ ഓർക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാനേ സാധിക്കുള്ളൂ. കാരണം ലക്കാണ് ഇതിനകത്ത് പ്രധാനം. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിപ്പം ജഗദീഷ് ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് 90s സിനിമകളുണ്ട്. മുകേഷ് ചേട്ടൻ, മഹേഷ് ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, നിങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് മറ്റേ തൊഴിലില്ലാതെ നിങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് മറ്റേ തൊഴിലില്ലാതെ നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നല്ലോ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു, രൂക്ഷമായി നിൽക്കുന്നതാണ്. അപ്പം പെട്ടെന്ന് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ കഥയുമായിട്ട്, കാരണം അവരുടെ അനുഭവങ്ങളാണ്. പക്ഷെ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ വരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ IT ഒക്കെ ഭയങ്കരമായ ഒരു ഉയർച്ചയും ഹൈക്കും ഒക്കെ വന്ന് ശമ്പളം ഒക്കെ വലിയ എമൗണ്ടുകളൊക്കെ ആയി
ജോലി എടുപ്പിക്കുന്നുണ്ട്, പന്നിയെ പോലെ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കൈനിറയെ പണമുണ്ട്, പണം ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ കഥകൾ മാറിയപ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് ആ ഒരു ഇത് മാറി. ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാകാം, അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള സ്പർദ്ധയാകാം, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ. അപ്പം ഇതെല്ലാം മാറി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സൈക്കിൾ, ഒരു റൗണ്ട് എന്ന് പറഞ്ഞില്ലേ. സോ ഇറ്റ്സ് ഓൾ ചേഞ്ച്. ഇനിയും തൊഴിലില്ലായ്മ വരാം, വന്നു കഴിഞ്ഞാൽ അത്തരം കഥകൾക്ക് ഉണ്ട് മോനെ. പക്ഷെ ഞാൻ പറയുന്നത് പണ്ടത്തെ പോലെ നിങ്ങൾക്ക് ഒരു പഠിത്തമുണ്ട്, നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഒരു ഇതുണ്ടായിരുന്നില്ല, സ്റ്റേജ് ഉണ്ടായിരുന്നില്ല അത് പ്രകടമാക്കാൻ. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇപ്പോഴും എന്തൊക്കെ പഠനങ്ങളുണ്ട്. ഇപ്പൊ പഠിക്കാൻ തന്നെ നമ്മളൊരു കോളേജിൽ പോയി കഴിഞ്ഞാൽ പല പല വിഷയങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേൾക്കാത്ത പല വിഷയങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത പല ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതെന്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് വയറ് സംബന്ധമായ എന്നൊക്കെ. പണ്ട് നമുക്ക് അതിനൊക്കെ ഗ്യാസ്ട്രോ എന്നൊറ്റ വാക്കിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് ശാഖകൾ തുറന്നു വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏതിലോട്ട് പഠിക്കണം എന്നുള്ളൊരു എയിം ഉണ്ടായാൽ മതി, തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സിനിമയിൽ സജീവമായിട്ട് കാണുന്ന ഒരാളായിരുന്നല്ലോ 90s-ലൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സീരിയലിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ്? അവസരങ്ങൾ കുറഞ്ഞിട്ടാണ്? അല്ല, ഞാൻ അന്നും സീരിയല് പാരലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ 89-ലാണ് ആദ്യമായിട്ട് സീരിയൽ അഭിനയിച്ചത്, നീൽ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ദൂരദർശനില്. അതിന് എനിക്ക് സംസ്ഥാന അവാർഡും കിട്ടിയതാണ്, ഏറ്റവും നല്ല നടൻ എന്നുള്ളത്. ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇത് പിന്നെ പോലീസ് റാങ്കിങ്ങിൽ പറയുകയാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന SP ആണെന്നും മറ്റൊന്ന് പറഞ്ഞ സാധാ കോൺസ്റ്റബിൾ ആണെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടും നമ്മുടെ കഴിവുകൾ പ്രകടമാക്കാനുള്ളതാണ്. കഥ പറയുന്ന രീതി അത് സാമ്പത്തികമായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ടാകും. വ്യത്യാസമായിട്ടുള്ള കഥകളായിരിക്കാം. ഈ കുടുംബ സദസ്സുകളിലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കാണാൻ താല്പര്യം തോന്നുന്ന വിഷയങ്ങളായിരിക്കാം ചിലപ്പോൾ സീരിയൽ. അവിടെ ഈ സിനിമയെ പോലുള്ള ബിഗ് സ്ക്രീനിൽ നമുക്ക് പ്രകടമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വേഷങ്ങൾ വരണമെന്നില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇത് ഭയങ്കരമൊന്നും അത് കുറവൊന്നും. ശമ്പളത്തിലുണ്ട് ഏറ്റക്കുറച്ചിലുണ്ട്, ഒരുപാട് കുറവുണ്ട്. നമ്മൾ സീരിയലിൽ 2 മാസം 3 മാസം കഷ്ടപ്പെടുന്ന പൈസ നമുക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് കിട്ടും. ശരിയാണ്, തീർച്ചയാണ്, മനസ്സിലായില്ലേ? അത് ശരിയാണ്. പിന്നെ സീരിയൽ അപ്പം കണ്ടങ്ങ് പോകുന്ന കാര്യമാണ്. സിനിമ അങ്ങനല്ല, എന്നും ഓർമ്മയുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞില്ല 90-കളിലെ സിനിമകൾ, പക്ഷെ 90-ലെ സീരിയലുകൾ നമ്മൾ ഓർക്കണമെന്നില്ല, അതിലെ കഥാപാത്രങ്ങൾ ഓർക്കണമെന്നില്ല. അപ്പം അത് ഈ പറഞ്ഞ പോലെ വൺസിനെ ബ്ലൂ മൂണിൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ഷൂട്ടിംഗ് സ്റ്റാർ കണ്ട് മറക്കുന്ന പോലെ തന്നെയാണ് ഈ സീരിയലിലെ വേഷം. സിനിമ അങ്ങനെയല്ല, അത് എക്കാലം അവിടെ ഉണ്ടാവും. ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാലും എൻ്റെ സിനിമകൾ കാണുന്ന വരും തലമുറയാണെങ്കിലും മൃഗയെ കണ്ടാലും സതയം കണ്ടാലും ഒക്കെ തന്നെ അതിനകത്ത് മഹേഷ് എന്നൊരു വ്യക്തിയെ കാണാതെ ആ സിനിമ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതൊരു വലിയ അനുഗ്രഹം. നമ്മൾ സീരിയലിൽ ഇപ്പൊ കുറച്ചും കൂടെ സ്വീകാര്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മമാരാണെങ്കിലും എല്ലാവരും വീട്ടിലിരുന്ന് അത് കാണുന്നത്. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് വേറൊരു മീഡിയം ഉണ്ടാവില്ല. ചിലപ്പം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസും വലുതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ ബേസ് ചെയ്തിട്ടിരിക്കും ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ചേട്ടൻ ഇപ്പൊ സീരിയൽ ചെയ്തതിൽ ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പുറത്തു പോയപ്പോൾ ഇതുപോലെ വന്ന് ചീത്ത പറയുക അല്ലെങ്കിൽ സ്നേഹിക്കുകയോ ചെയ്ത ഒരു ഇൻസിഡന്റ് ഏതാ? സ്നേഹിക്കുകയും ചെയ്യും, ഒപ്പം തന്നെ ചീത്ത പറയുകയും ചെയ്യും. അതായത് നമ്മളൊരു നല്ല പോസിറ്റീവ് വേഷമാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിലെ വേഷം വെച്ചിട്ട് ഒരു അമ്മാവൻ്റെ വേഷം, ഈ നായകൻ വിവേക് ഗോപനായിരുന്നു നായകൻ. ആയിരുന്നു എന്നല്ല, ആണ് ഇപ്പോഴും ഇറ്റ്സ് ഓൺ ഗോയിങ്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സ്നേഹം. സി കേരളത്തിലെ മധുരനൊമ്പരക്കാറ്റ് വളരെ കാര്യമാണ്. വളരെ സ്നേഹത്തോടെ നമ്മൾ ഗുരുവായൂരമ്പലത്തിലൊക്കെ തൊഴാൻ പോകുമ്പോഴത്തേക്ക് അമ്മമാരൊക്കെയാണ് ഓടി വന്നിട്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്നത്. അതേസമയം പിന്നെ ഡോക്ടർ ജനാർദ്ദനൻ്റെ ഒരു സീരിയൽ ഞാൻ ചെയ്തു. അത് പ്രേതപരമായിട്ടുള്ള കഥയായിരുന്നു. ഏഷ്യാനെറ്റിലാണ് വന്നത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി ഞാൻ കരിക്കം ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നിന്നാട്ടിയിട്ടുണ്ട് ഒരു പ്രായമായ സ്ത്രീ. മനസ്സിലായില്ല, നമ്മുടെ എല്ലാ ഭക്തിയും പോയിട്ട് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നായിട്ടുണ്ട്. രഹസ്യം എന്നാണ് ആ സീരിയലിന്റെ പേര്. അപ്പം ഇതെല്ലാം ഞാനവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് ചീത്ത കേൾക്കട്ടെ പ്രായമായ ഒരു സ്ത്രീ സംസാരിക്കാൻ നോക്കിയോ? അയ്യോ, എന്തിനാണ് അവർ ഈ രീതി പെരുമാറുന്നത്? അവരോട് ഇനി എന്ത് ഞാൻ പറഞ്ഞു സമ്മതിക്കാന്? അല്ല, പിന്നെ അവരെ എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാനാണ്? ഞാൻ ഓടി. അതുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ എനിക്കറിയാം ആ രഹസ്യം. ജനാർദ്ദൻ്റെ ആ വർക്ക് കണ്ടിട്ട് ഒരുപാട് റിട്ടയർഡ് ജഡ്ജിമാർ അവരൊക്കെ ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുമ്പോൾ നമ്മളോട് വന്നിട്ട് നല്ല സംഭവമാണ് കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. നല്ലതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതിനെ ഇങ്ങനെ മനസ്സിലോട്ട് ഏറ്റെടുത്ത് കാണുന്നവരാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ, നല്ലവരായ അവരത് സീരിയസ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ നായിക ഞങ്ങളുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു എന്നുള്ള ആ ഒരു വികാര പ്രകടനമാണ്. മനസ്സിലായില്ലേ?
അതും ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ നായികയെ കൊന്ന് പ്രേതമായിട്ട് ആ പ്രേതം അത്രയും പിന്നെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ എന്നോട് ക്ഷമിക്കും? ചേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടില് വൈഫ് ഹേമ, 2 മക്കളാണ്, മാളവികയും മേഘനയും. മാളവികയുടെ വിവാഹം കഴിഞ്ഞു. 2 വർഷം മുമ്പ് ഞാൻ മുത്തച്ഛനായി. നയോമി എന്നാണ് മോൻ്റെ പേര്, അജയ് എന്നാണ്. അജയ് എന്നാണ്, അജയ് നായർ. നയോമി ഹോപ്പ് നായർ എന്നാണ്. UK-യിലാണ് അവര്. രണ്ടാമത്തോളം ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി അങ്ങ് പോയി, UK-യിൽ പോയി, ഫോറൻസിക് സൈക്കോളജിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിൽ. അങ്ങനെ ഇപ്പോൾ അപ്പൂപ്പൻ അമ്മൂമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ. നമ്മൾ ജഗദീഷ് ചേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ. ജഗദീഷ് ചേട്ടൻ ഒരുപാട് നേരത്തെ ചെയ്തതല്ലാത്ത വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതായത് ആ ആക്ടറിനെ ഇപ്പൊ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഇൻഡസ്ട്രി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പല കഥാപാത്രങ്ങളും. അപ്പൊ ചേട്ടൻ അതേപോലെ എന്തെങ്കിലും കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചിക്കൻ ബിരിയാണി തിന്നണം എന്ന് ആഗ്രഹം. പക്ഷെ കയ്യിൽ കാശില്ല. കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആരോടെങ്കിലും ചോദിക്കണം, എനിക്ക് ഒരെണ്ണം മേടിച്ചു തരുമോ? ഇതുപോലെ നമുക്ക് നമ്മുടെ അവസരങ്ങൾ നമുക്ക് അറിഞ്ഞു തരണം. നമുക്ക് ചോദിക്കാം. നമുക്ക് പരിചയമുള്ള സിനിമക്കാരോട് എന്നെ ഒന്ന് ഓർക്കണേ എന്നൊക്കെ പറയാം. എത്രാന്ന് പറഞ്ഞ് പറയും. അവർക്കും പിന്നെ ന്യൂസ്, ഓ അതെ മഹേഷ് വിളിക്കുന്നുണ്ട് വേഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വെറുപ്പ് ഉണ്ടായാൽ പോലും പിന്നെ ഇവരാരും വിളിക്കുകയില്ല. അപ്പം നമുക്ക് ഈ ഇപ്പം നേരത്തെ ഞാൻ ബൈജുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പുത്തമ്പണം, ഒരു രഞ്ജിത്ത്, കോഴിക്കോട് നിന്ന് ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, അങ്ങനെ ഒരാൾ വന്ന് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വന്നു. അതുപോലെ എനിക്ക് ഇനി ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഒരാൾ വന്ന് എനിക്കൊരു നല്ല വേഷം തന്ന് ആ വേഷവും ആ സിനിമയും ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ലക്ക് നമ്മളെ ഇത് പിന്നെ താഴ്ത്തുന്നതും ഭഗവാൻ, മേളിലോട്ട് കയറ്റുന്നതും ഭഗവാൻ എന്ന് പറയാറില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഒരു നിമിഷത്തിന്റെ കാത്തിരിപ്പാണ് എല്ലാവരും. ഞാൻ മാത്രമല്ല, മലയാള സിനിമയിൽ ഇഷ്ടംപോലെ സിനിമ ചെയ്യുന്നവരെ പോലും, മമ്മൂക്ക പോലും നല്ലൊരു കഥ ഇനി എന്തുകൊണ്ട് എന്നെ തേടി വരുന്നു, നല്ലൊരു കഥാപാത്രം എന്നെ തേടി ഇങ്ങനെ വരുന്നു. ലാൽ സാറാണെങ്കിൽ ഇവരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് വർക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് വർക്കില്ലാണ്ട് ഞാൻ അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആഗ്രഹിക്കാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ, ടാക്സ് ഒന്നും കൊടുക്കണ്ടോ. ഞാൻ അതുകൊണ്ട് അതിങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സിനിമയിലുള്ളവരെ കാണുകയാണെങ്കിൽ ഈ പാവപ്പെട്ട മഹേഷിനെ ഓർക്കുക എന്ന് ഞാൻ ഇവിടെയും പറയുന്നു. ഓക്കെ ചേട്ടാ, നമ്മളിങ്ങനെ ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിയുമ്പോൾ അത് നമ്മളുടെ അടുക്കിലേക്ക് എത്തും എന്നാണല്ലോ പറയുന്നത്. സോ എനിക്കില്ലേ ഞാൻ അതാണ് പറഞ്ഞത് മോളെ, പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താണ് കാര്യം? മനുഷ്യർക്ക് പ്രതീക്ഷയാണ് വേണ്ടത്, എന്നാലേ അതേ നമ്മൾ മുന്നോട്ട് നയിക്കുകയുള്ളൂ. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, റൈറ്റ്? നമ്മൾക്ക് അത് പിന്നെ തരേണ്ടത് ദൈവമാണ്. അനുഗ്രഹത്തോടുകൂടി പറഞ്ഞു. ദൈവം ഇവരുടെ രൂപത്തിൽ, നിർമ്മാതാവിൻ്റെ രൂപത്തിലും സംവിധായകൻ്റെ രൂപത്തിലും കഥാകൃത്തിൻ്റെ രൂപത്തിലും ഒക്കെ വന്ന് നമുക്കൊരു നല്ല വേഷം തരണം. അതിനുള്ള ഒരു അനുഗ്രഹം ദൈവം തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 1-2 ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നമുക്ക് ടാറ്റ പറയാം. ഓക്കെ, ചേട്ടൻ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതില് ചേട്ടൻ ഒരു കണ്ടംപ്റ്റ് തോന്നുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല, നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു ക്യാരക്ടർ ഏതാ ചേട്ടാ? സീരിയൽസിൽ എനിക്ക് അങ്ങനെ അധികം പറയാനൊന്നുമില്ല. എന്നാലും എനിക്ക് KK രാജീവിന്റെ അമ്മ മാനസത്തില് ശ്രീലക്ഷ്മിക്ക് ഓപ്പോസിറ്റ് ചെയ്ത ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഒരുപാട് ഞാൻ എൻജോയ് ചെയ്ത ഒരു വേഷമാണ്. അത് രാജീവ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും, പിന്നെ അദ്ദേഹം മറ്റു സീരിയൽ ഡയറക്ടേഴ്സിനെ പോലെ സ്പീഡിൽ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം സമയമെടുത്ത് നിങ്ങളിലുള്ള കഴിവിനെ പുറത്തെടുത്ത് മനോഹരമായിട്ട് ചെയ്യുന്നൊരു സംവിധായകനാണ്. അപ്പോൾ അത് ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്തതാണ്. ജനാർദ്ദനൻ്റെ പല വേഷങ്ങളും ഞാൻ വളരെ സന്തോഷപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറുപ്പന്മാരായിരിക്കും, അങ്ങനെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സുണ്ട്. അവരുടെയൊക്കെ നല്ല കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹ്യൂമറായിട്ടുള്ള വേഷങ്ങളും സീരിയസ് ആയിട്ടുള്ള വില്ലൻ വേഷങ്ങളും എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിനിമയിൽ ഒബ്വിയസ്ലി എനിക്ക് ആദ്യകാല സിനിമകളൊക്കെ എനിക്ക് നല്ലതെന്ന് പറയാനായിട്ടേ ഉള്ളൂ. ഇപ്പം മുദ്ര, എൻ്റെ ആദ്യത്തെ ചിത്രമായ മുദ്രയാണെങ്കിലും, ശശിയേട്ടൻ്റെ മൃഗയാണെങ്കിലും, മുദ്ര സിബി സാറായിരുന്നു, ശശിയേട്ടൻ്റെ മൃഗയാണെങ്കിലും, സതയം മോഹൻലാൽ സാറിനെതിരെ MTയുടെ സ്ക്രിപ്റ്റിൽ സതയമാണെങ്കിലും, അങ്ങനെ കുറേ നല്ല ചിത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മോള് ചോദിച്ചില്ല 90കളുടെ അവസാനം പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു. അങ്ങനെ അമ്മ RCCയിലായി 1.5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിനിമയിലോട്ട് തിരിച്ചു വരാൻ നോക്കിയപ്പോഴത്തേക്കും അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഒരിക്കൽ നിങ്ങളൊന്ന് അകന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഗെറ്റ്. പുതിയതായിട്ട് വരുന്ന പോലെ അല്ല, യു അണ്ടർസ്റ്റാൻഡ്. രണ്ടാമത് വരിക ഇറ്റ് ഈസ് വെരി ഹാർഡ്. അപ്പോഴേക്കും എനിക്ക് കടവും കാര്യമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഞാൻ അമേരിക്കയിൽ പോയി 6 വർഷം അമേരിക്കയിൽ ജീവിച്ച് എല്ലാ കടങ്ങളും വീട്ടിയിട്ട്, എന്നാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിനയം കിടക്കണില്ല. അങ്ങനെ തിരിച്ചു വന്നു.
വിചാരിച്ച ഒരു സ്പീഡിലൊന്നും പിന്നെ ഒരു വളർച്ച ഉണ്ടായില്ല. എന്നാലും സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണെങ്കിലും സ്റ്റിൽ ഹാപ്പിയാണ്. അതല്ലേ പ്രധാനം. അതെ അതെ. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ചെയ്ത സീരിയൽ ഏതായിരുന്നു? സീരിയലിലോട്ടാണോ ഒരുപാട് വന്നത്? മോളെ ഞാൻ 10-71 സീരിയൽ ചെയ്ത സീരിയൽ ഞാൻ പറഞ്ഞത് വന്നിട്ട് ഉടനെ അതായത് നമുക്ക് ഒരു കണക്ഷൻ പോവുമല്ലോ ഇവിടുന്ന് പോയി വന്നിട്ട് ഉടനെ ചെയ്ത സീരിയലാണ് ഒന്ന് രഹസ്യം. ഓ ഓക്കെ ഓക്കെ. രഹസ്യം സിനിമ ചക്കരമുത്താണെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു ആദ്യം വന്ന ഉടനെ ചെയ്ത സിനിമ. അപ്പൊ അതൊക്കെ തന്നെയാണ് എന്റെ കഥ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.